തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് മാധ്യമങ്ങള് ചോദിച്ചു എന്താണ് MLA ആയാൽ ചെയ്യുക എന്ന്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് പഴയ ബൈറ്റുകൾ എടുത്ത് നോക്കിയാൽ അറിയാം. അപ്പോൾ തന്നെ ഞാൻ ആദ്യം പറഞ്ഞത് പാലക്കാട് MLA ആകാൻ പാലക്കാട് നിരന്തരവസ്ഥ എന്നാൽ ആദ്യം ചെയ്യുക വീടില്ലാത്ത ആളുകൾക്ക്. കാരണം വോട്ട് ചോദിച്ചു പോകുമ്പോൾ ഒരുപാട് വീടില്ലാത്ത മനുഷ്യന്മാരെ കണ്ടു. ചെറിയ ടാർപോളിൻ ഷീറ്റിൽ മറച്ചു വെച്ചിരിക്കുന്ന മനുഷ്യന്മാർ, വീടെന്ന് പറയുന്ന സങ്കല്പമുള്ള മനുഷ്യന്മാരെ വരെ കണ്ടു. വീടല്ലാതെ ഒരു സ്വകാര്യമായ വലിയ ആഗ്രഹമാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നു. അപ്പോൾ സർക്കാരിന്റെ PMAY ലൈഫ് പദ്ധതിയൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ കാലതാമസങ്ങളും മൂലാമാലകളും ഒക്കെ നമുക്കറിയാം. അപ്പൊ അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് പാലക്കാട് നിയോജകമണ്ഡലത്തിലെ അർഹരായ മുഴുവൻ ആളുകളും കണ്ടെത്തി വീട് കൊടുക്കുന്ന പദ്ധതിയാണ് സ്മൈല്. ആ പദ്ധതിയെപ്പറ്റി മുന്നോട്ട് എങ്ങനെ കൊണ്ടുപോകുമെന്ന ആശങ്ക ഉള്ളപ്പോൾ ആദ്യം സമീപിച്ചത് ഏഞ്ചൽ ഗ്രൂപ്പിനെയാണ്. പാലക്കാട് നിന്ന് തുടങ്ങി ലോകം മുഴുവൻ എന്ന് വ്യാപിച്ച് പാലക്കാടിനാകെ അഭിമാനമായി മാറിയിരിക്കുന്ന മോഹൻ സാറിന്റെ മകൻ ഉമേഷേട്ടൻ വളരെ കാലമായിട്ടുള്ള സഹോദരനെ പോലെ നല്ല സഹോദരൻ തന്നെയാണ്. ഉമേഷിനോട് ഞാൻ പറഞ്ഞു ഒരു പദ്ധതിയുണ്ട്. അപ്പൊ സ്മൈൽ എന്ന പേര് പറഞ്ഞപ്പോൾ വളരെ അതിനോട് ഒരു താല്പര്യം തോന്നി. അപ്പൊ എന്നോട് പറഞ്ഞു അച്ഛനോട് സംസാരിക്കും, CSR ഫണ്ടിനെ പറ്റി സംസാരിക്കുന്നു. അപ്പൊ ഞാൻ മോഹൻ സാറിനോട് സംസാരിച്ചപ്പോൾ വളരെ പോസിറ്റീവായിട്ട് അർഹത മാത്രം മാനദണ്ഡമാക്കിയാൽ മതി, മറ്റൊരു മാനദണ്ഡം ഉണ്ടാകില്ല, എനിക്ക് വേറെ കണ്ടീഷനൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ 8 വീടിന്റെ ആസിഫ് അലിയാണ് ആദ്യത്തെ 5 വീടുകൾക്ക് തറക്കല്ലിട്ടുകൊണ്ട് തുടങ്ങിയത്. അതിനുശേഷം സയ്യു കുറുപ്പ് വന്നു, പിന്നെ ജോഫിൻ വന്നു, ഇപ്പം തൻവി എത്തി. ഇപ്പം ഇവരോടെല്ലാം തൻവിയോടൊക്കെയുള്ള പ്രത്യേകമായിട്ടുള്ള സ്നേഹവും സന്തോഷവും ഈ അവസരത്തിൽ രേഖപ്പെടുത്തുവാനായി പാലക്കാട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ കുതിക്കുകയാണ്. തന്റെ മണ്ഡലത്തിലെ സജീവമായ വികസന പ്രവർത്തനങ്ങളുമായിട്ട് രാഹുൽ എല്ലാ ജനപ്രതിനിധികളെക്കാളും ഒരു പിടി മുന്നിൽ നിന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് പാലക്കാടിന്റെ മണ്ണിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന വേട്ടയാടലുകളോ, ഈ പറയുന്ന സൈബർ ആക്രമണങ്ങളോ, ഈ പറയുന്ന അധിക്ഷേപങ്ങളോ, ഈ പറയുന്ന ഭീഷണികളോ വെല്ലുവിളികളോ ഒന്നും രാഹുലിനെ സംബന്ധിച്ചിടത്തോളം അയാളെ രോമത്തിൽ തൊടാൻ സാധിക്കുന്നില്ല എന്നുള്ളത് തന്നെ അയാൾ തെളിയിച്ചു കൊണ്ടേയിരിക്കുകയാണ്. പാലക്കാട് നിയോജക മണ്ഡലത്തിൽ സ്മൈൽ ഭവന പദ്ധതിയിൽ 8ാമത്തെ വീടിന്റെ തറക്കല്ലിടല് അദ്ദേഹം നിർവഹിച്ചിരിക്കുന്നു. 8ാമത്തെ വീട് നിങ്ങളൊന്ന് ആലോചിക്കണം. ഇത് 8ാമത്തെ വീടിന് തറക്കല്ലിടുമ്പോ നിങ്ങളൊരു കാര്യം പ്രത്യേകം ഇതിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ഈ വിവാദങ്ങളൊക്കെ തുടങ്ങുന്നതിന് മുമ്പ്, അതായത് ഓഗസ്റ്റ് 16-നാണ് ആദ്യത്തെ വീടിന്റെ തറക്കല്ലിടല് രാഹുൽ മാങ്കൂട്ടത്തും ഈ പറയുന്ന പാലക്കാട് നിയോജക മണ്ഡലത്തിൽ നടത്തുന്നത്. അത് കഴിഞ്ഞിട്ട് ഓഗസ്റ്റ് 20-ന് എന്ന് പറഞ്ഞാൽ ഈ പദ്ധതിക്ക് തുടക്കം കുറിച്ചതിന്റെ 3 ദിവസങ്ങൾ കഴിയുമ്പോൾ ഓഗസ്റ്റ് 20-നാണ് രാഹുലിന് മണ്ഡലത്തിൽ നിന്ന് മാറി നിൽക്കേണ്ട ഒരവസ്ഥയുണ്ടാവുന്നത്. വിവാദങ്ങളും വേട്ടയാടലുകളും ഈ മാധ്യമ വിചാരണകളും ഒക്കെ നടക്കുന്നത്. അങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തില് തന്റെ മണ്ഡലത്തിൽ നിന്ന് മാറി നിൽക്കുന്നത്. 1 മാസത്തോളം മണ്ഡലത്തിൽ നിന്ന് മാറി നിന്നതിന് ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും മണ്ഡലത്തിലേക്ക് തിരിച്ചെത്തുന്നത്. അങ്ങനെ തിരിച്ചെത്തിയതിന് ശേഷമാണ് ബാക്കിയുള്ള ഈ പറയുന്ന ഇത്രയും വീടുകളുടെ ഈ പറയുന്ന നിർമ്മാണ പ്രവർത്തനം തുടങ്ങി വെക്കുന്നത്. ഈ തുടങ്ങി വെച്ച വീടുകളൊക്കെ അതിവേഗത്തിൽ അദ്ദേഹം നിർമ്മാണ പ്രവർത്തനങ്ങൾ മുൻപോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാല് രാഹുൽ പാലക്കാട്ട് വളരെ സജീവമാണ്. രാഹുലിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ട്. അയാൾ ആ ലക്ഷ്യത്തിലേക്ക് തന്നെയാണ് നടന്നു നീങ്ങുന്നത്. തെരഞ്ഞെടുപ്പ് കാലത്ത് രാഹുൽ പറഞ്ഞതുപോലെ, തെരഞ്ഞെടുപ്പ് കാലത്ത് ബൈ ഇലക്ഷൻ നടന്ന കാലത്ത്, ഉപതെരഞ്ഞെടുപ്പ് നടന്ന കാലത്ത് അന്ന് രാഹുലിനോട് എന്തായിരിക്കും പ്രയോറിറ്റി, എന്തിനു വേണ്ടിയായിരിക്കും ഈ മണ്ഡലത്തിൽ പ്രവർത്തിക്കുക? കാരണം രാഹുൽ തെരഞ്ഞെടുത്തത് വെറും 2 വർഷത്തെ കാലാവധിക്ക് വേണ്ടി മാത്രമാണ്. 2 വർഷത്തേക്ക് മാത്രമാണ് രാഹുലിനെ MLA ആയി തെരഞ്ഞെടുത്തത്. ആ MLA ആയി തെരഞ്ഞെടുത്ത രാഹുൽ മാങ്കൂട്ടത്തിനോട് അന്ന് മാധ്യമങ്ങൾ ചോദിച്ചത്, നിങ്ങൾ ഈ വിജയിച്ചു കയറിയാൽ എന്തായിരിക്കും നിങ്ങളുടെ പ്രയോറിറ്റി, ഏത് പ്രവർത്തനങ്ങളുമായിട്ടായിരിക്കും നിങ്ങൾ മുന്നോട്ട് പോവുക? അന്ന് രാഹുൽ പറഞ്ഞ അതേ ഉത്തരം അയാൾ വീണ്ടും പറയുന്നു. അതോടൊപ്പം അന്ന് അയാൾ പ്രയോറിറ്റി നൽകിയ ഈ സ്മൈൽ ഭവന പദ്ധതി, വീടില്ലാത്തവർക്ക്, പാവങ്ങളായിട്ടുള്ള, വോട്ട് തേടി ചെന്നപ്പോ ഈ ഷീറ്റൊക്കെ വലിച്ചു കെട്ടി ആ ഒരു കൂരയിൽ കഴിഞ്ഞു കൂടിക്കൊണ്ടിരുന്ന പാവങ്ങളായ ജനങ്ങൾക്ക് വേണ്ടിയുള്ള വീടുകളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിർമ്മിച്ചു നൽകുന്നത്. തന്റെ CSR ഫണ്ട്, ഇന്ത്യൻ മണിയുമായി ചേർന്നുകൊണ്ട് CSR ഫണ്ടിലൂടെയാണ് അദ്ദേഹം ഈ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാല് രാഹുല് തന്റെ വികസന പ്രവർത്തനങ്ങളുമായി കുതിക്കുകയാണ്. അതോടൊപ്പം ഇന്നത്തെ ഈ പറയുന്ന തറക്കല്ലിടൽ കർമ്മത്തിന് ഒരു പ്രത്യേക എന്താ പറയണ്ടേ, രാഹുലിന്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മധുര പ്രതികാരം കൂടി തന്നെയാണിത്. കാരണം സിനിമാ നടിയായിട്ടുള്ള തൻവിയാണ് ഈ ഒരു കർമ്മം നിർവഹിക്കാൻ അവിടെ എത്തിയത്. അപ്പോ
രാഹുലിനെ സംബന്ധിച്ചിടത്തോളം സിനിമാ നടിയെ ഇറക്കിക്കൊണ്ട് തന്നെ രാഹുൽ തിരിച്ചൊരു ചെക്ക് വെച്ചിരിക്കുകയാണ് അല്ലേ? ആണ്. ആർക്ക് ചെക്ക് വെച്ചു, എന്തിന് ചെക്ക് വെച്ചു എന്നൊന്നും ഞാൻ പറയുന്നില്ല, മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞാല് രാഹുലിന്റെ രോമത്തിൽ ഈ പറഞ്ഞ പുകമറകൾക്കോ, ഈ പറഞ്ഞ ആരോപണങ്ങൾക്കോ, ഈ പറഞ്ഞ വ്യാജമായ പ്രചരണങ്ങൾക്കോ രാഹുലിന്റെ രോമത്തിൽ തൊടാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ടാണ് ഇപ്പോ രാഹുല് പാലക്കാട്ട് ഇത്രയധികം സ്വീകാര്യനാവുന്നത്. അയാള് വികസന പ്രവർത്തനങ്ങൾ മാത്രമല്ല കേട്ടോ പാലക്കാട്ട് നടത്തുന്നത്. പാലക്കാട്ട് വ്യക്തമായ രാഷ്ട്രീയ കരുനീക്കങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഈ പറയുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതോടുകൂടി പാലക്കാടിന്റെ രാഷ്ട്രീയ സാഹചര്യം, അന്തരീക്ഷം തന്നെ മറിയാൻ പോവുകയാണ്. അതെങ്ങനെ മറിയുമെന്ന് ചോദിച്ചാൽ അതിന് വ്യക്തമായ പ്ലാനുകൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ട് നടപ്പാക്കി വരുന്നുണ്ട്. പലരും കോൺഗ്രസ് ക്യാമ്പിലേക്ക് നടന്നു കയറുമെന്ന് മാത്രമല്ല, കോൺഗ്രസിന് ഭരണമില്ലാത്ത പാലക്കാട് നഗരസഭയും കണ്ണാടി പഞ്ചായത്തും ഒക്കെ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മാസ്റ്റർ പ്ലാനിലൂടെ കോൺഗ്രസ് ക്യാമ്പിലേക്ക് കടന്നു വരും എന്ന് പറഞ്ഞാൽ ഈ രണ്ട് കണ്ണാടി ഗ്രാമപഞ്ചായത്തിന്റെയും പാലക്കാട് നഗരസഭയുടെയും ഭരണം കോൺഗ്രസ് പിടിച്ചെടുക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണം. ചുരുക്കി പറഞ്ഞാല് രാഹുല് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ് ലക്ഷ്യം വെക്കുന്നത്. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പൊക്കെ അതിനു മുൻപ് വരുന്നുണ്ടെങ്കിലും രാഹുലിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് 2026 2026 രാഹുൽ തന്നെ പാലക്കാട്ട് സ്ഥാനാർത്ഥിയാകുവാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും രാഹുൽ നടത്തി കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. ഇനി ബാക്കിയാവുന്നത് കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിലേക്കുള്ള മടങ്ങി വരവാണ്. അതിന് കളമൊരുക്കുന്ന പല പ്രവർത്തനങ്ങളും അദ്ദേഹം നടത്തുന്നുമുണ്ട്. കഴിഞ്ഞ ദിവസം ലീഗിന്റെ വേദിയിൽ അവിടെ ഉദ്ഘാടകനായിട്ട് രാഹുൽ എത്തുന്നത് നമ്മൾ കണ്ടു. അത് കഴിഞ്ഞിട്ട് പാലക്കാട്ടെ MP ആയിട്ടുള്ള VK ശ്രീകണ്ഠനൊപ്പം ഒരു വേദിയിൽ ഒരുമിച്ച് ഈ വിവാദങ്ങൾക്ക് ശേഷം ആദ്യമായിട്ട് രാഹുൽ ശ്രീകണ്ഠനൊപ്പം വേദി പങ്കിടുന്നത് നമ്മൾ കണ്ടു. അങ്ങനെ എല്ലാം കൊണ്ടും രാഹുൽ പാലക്കാട്ട് മുന്നേറ്റങ്ങൾ തന്നെ നടത്തുകയാണ്. വെല്ലുവിളിച്ചവര്, തടയുമെന്ന് ഭീഷണിപ്പെടുത്തിയവര്, കാല് കുത്തിക്കാൻ സമ്മതിക്കില്ല എന്ന് വെല്ലുവിളിച്ചവര്, ഇവരുടെയൊക്കെ വെല്ലുവിളികളെയും ഭീഷണികളെയും ഒക്കെ വകഞ്ഞു മാറ്റി അങ്ങോട്ട് മാറി നിൽക്കടാ എന്നുള്ള രീതിയിലാണ് രാഹുലിന്റെ കുതിപ്പ് പാലക്കാട്ട്. പിന്നെ പാലക്കാട്ട് ജനതയെ സംബന്ധിച്ചിടത്തോളം രാഹുൽ മതി, രാഹുൽ മാത്രം മതി എന്നുള്ള ഒരു സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നുമുണ്ട്. കാരണം രാഹുലിലേക്ക് എത്താൻ ഇവർക്കെല്ലാവർക്കും വളരെ എളുപ്പമാണ്. അയാൾ എല്ലാവർക്കും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് എന്നുള്ളത് തന്നെയാണ്. അത് നമ്മൾ കണ്ടതുമാണ്. കാരണം ഈ വിവാദങ്ങളും ഈ കോലാഹലങ്ങളും ഒക്കെ ഇങ്ങനെ ആഞ്ഞടിച്ചപ്പോഴും പാലക്കാട്ട് തിരിച്ചെത്തിയ രാഹുലിനെ പാലക്കാട്ടെ ജനം ഇരു കൈയും നീട്ടിയാണ് സ്വീകരിച്ചത്. അവര് രാഹുലിനെ സ്വീകരിക്കാൻ തയ്യാറായി, രാഹുലിന്റെ കൂടെ നിൽക്കാൻ തയ്യാറായി, അതോടൊപ്പം തന്നെ രാഹുലിന്റെ പ്രവർത്തനങ്ങൾക്കൊപ്പം നിൽക്കുവാനും അവര് തയ്യാറായി. ആ തിരിച്ചറിവ് രാഹുലിനുണ്ട് താനും. രാഹുൽ പാലക്കാട്ടെ ജനം തന്നെ കൂടെ നിൽക്കുന്നു എന്ന് തിരിച്ചറിയുന്നതുകൊണ്ട് തന്നെ പാലക്കാട് നിയോജക മണ്ഡലത്തില് വലിയ വികസന മുന്നേറ്റങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇങ്ങോട്ട് സ്നേഹിക്കുന്നവരെ അങ്ങോട്ടും സ്നേഹിക്കുകയാണ് രാഹുൽ. രാഹുലിന് ലക്ഷ്യങ്ങളുണ്ട്. രാഹുലിന് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമുണ്ട്. അയാളുടെ മുന്നിൽ അടുത്ത പാലക്കാട്ടെ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിത്വമുണ്ട്. ഇതൊക്കെയുണ്ട്. ഇതൊക്കെ ഉള്ളതോടൊപ്പം തന്നെ ഈ പറയുന്ന ജനങ്ങൾ നൽകുന്ന സ്വീകരണവും സ്നേഹവും അത് തിരിച്ചു കൊടുക്കുവാനും അയാൾ ഒരു മടിയും കൂടാതെ തയ്യാറാവുന്നു. അതോടൊപ്പം അവരുടെ ക്ഷേമകാര്യങ്ങളിലും വികസന പ്രവർത്തനങ്ങളിലും ഒരു പടി കടന്നുകൊണ്ടുള്ള ആലോചനയും പ്രവർത്തനങ്ങളും അയാൾ കാഴ്ചവെക്കുകയും ചെയ്യുന്നു. ഭീഷണിപ്പെടുത്തിയവരെയും വെല്ലുവിളിച്ചവരെയൊന്നും പാലക്കാടിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ എവിടെയും കാണാനില്ല. അവരൊക്കെ എവിടെയാണ് ഉള്ളത് എന്നുള്ളത് പോലും ആർക്കും അറിയാത്ത അവസ്ഥയാണ്. സഖാക്കളോട് പോലും ചോദിച്ചാൽ ഈ പറയുന്ന പിരിയായിരിയിലെ സരിൻ എവിടെയാണെന്ന് ചോദിച്ചാൽ അറിയാൻ പാടില്ല. ഈ പറയുന്ന പ്രശാന്ത് ശിവൻ എവിടെയാണെന്ന് ചോദിച്ചാൽ അറിയില്ല. പക്ഷെ രാഹുൽ എവിടെയാണെന്ന് ചോദിച്ചാൽ രാഹുൽ പാലക്കാട്ട് തന്നെയുണ്ട്. പാലക്കാട്ട് ഉണ്ട് എന്ന് മാത്രമല്ല, പാലക്കാട്ട് വലിയ സജീവമായ ഇടപെടലുകളും രാഹുൽ മാങ്കൂട്ടം നടത്തുന്നുണ്ട്. എന്തൊക്കെയാണെങ്കിലും കാര്യങ്ങൾ രാഹുലിന് അനുകൂലമാവുകയാണ്. നമ്മൾ പ്രതീക്ഷിച്ചതും ആഗ്രഹിച്ചതും രാഹുലിന്റെ തിരിച്ചുവരവിന് വേണ്ടി ഒരുപാട് ആഗ്രഹിച്ച പല ആളുകളിലും ഒരാളാണ്. അതുപോലെ തന്നെ രാഹുൽ തിരിച്ചെത്തി. അതോടൊപ്പം പാലക്കാട്ടെ ജനം ഈ തിരിച്ചെത്തിയ രാഹുലിനോട് എങ്ങനെ റിയാക്ട് ചെയ്യുമെന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ആ കൺഫ്യൂഷനുകളൊക്കെ ഇപ്പൊ മാറിയിട്ടുണ്ട്.
രാഹുൽ സജീവമാകുകയാണ്. തനിക്ക് അപ്രാപ്യമെന്ന് തോന്നുന്ന പലതും അയാൾ ചെയ്ത് കാണിച്ചു കൊണ്ടേയിരിക്കുകയാണ്. മനസ്സിലായില്ലേ? അയാളെ ഈ വിവാദങ്ങൾക്കൊന്നും, അയാളുടെ ഈ മാധ്യമ വിചാരണകളൊന്നും അയാളുടെ രോമത്തിൽ പോലും തൊടാൻ സാധിച്ചിട്ടില്ല എന്ന് അയാൾ പ്രവർത്തികളിലൂടെ ചെയ്ത് കാണിക്കുകയാണ്. വാക്കുകൊണ്ട് എതിർക്കുവാനോ നിഷേധിക്കുവാനോ അല്ലെങ്കിൽ പ്രതിഷേധിക്കുവാനോ ഒന്നും അയാൾ നിൽക്കുന്നില്ല. അയാൾ തൻ്റെ പ്രവർത്തനമാണ് ഈ മണ്ഡലത്തിന്റെ വികസനം എന്നുള്ള തിരിച്ചറിവിൽ നിന്ന് പ്രവർത്തി കൊണ്ട് മാതൃകയാവുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. എന്താണെങ്കിലും അഭിനന്ദനങ്ങൾ തന്നെ. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. കാരണം ആ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമ്പോൾ UDFന്റെ സ്ഥാനാർത്ഥിയായിട്ട്, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് രാഹുൽ പാലക്കാട്ട് ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതില് മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ അതിനു മുമ്പ് 1-2 കടമ്പകൾ കൂടി കടക്കേണ്ടതുണ്ട്. എന്താണെങ്കിലും അതൊക്കെ തരണം ചെയ്ത് രാഹുൽ അതിലേക്ക് എത്തും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്താണെങ്കിലും പാലക്കാട്ടെ ജനതയ്ക്ക് സംബന്ധിച്ചിടത്തോളം അവരുടെ ഈ തെരഞ്ഞെടുപ്പ്, അവർ രാഹുലിനെ തെരഞ്ഞെടുത്തത് വിജയിപ്പിച്ചത് അത് ഒരിക്കലും ഒരു പാഴ് ശ്രമമായി മാറിയില്ല എന്നുള്ളത് തന്നെയാണ്. അത് വെറുതെ ആയില്ല. രാഹുലിന് പാലക്കാട്ടുകാർക്കൊപ്പമുണ്ട്. അവരുടെ വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് കുതിക്കുകയാണ്. അതോടൊപ്പം തന്നെ പാലക്കാട്ട് ജനതയുടെ ക്ഷേമ പ്രവർത്തനങ്ങളിലും രാഹുല് വളരെ വലിയ പങ്ക് തന്നെയാണ് രാഹുൽ പാലക്കാട്ട് ആ ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങളുമായിട്ട് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണെങ്കിലും രാഹുലിന്റെ കുതിപ്പ് കാണാൻ ഒരു സുഖമുണ്ട്, ഒരു രസമുണ്ട്. കാരണം എന്ന് പറയുന്നത് വേട്ടയാടിയവരും വെല്ലുവിളിച്ചവരും ഒക്കെ മാറി നിന്ന് കരയുന്നത് കാണുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം, രാഹുലിനെ തിരിച്ചുവരവ് ആഗ്രഹിച്ചവരെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു സന്തോഷവും ആനന്ദകരവുമായ കാര്യം തന്നെയാണ് അത്. അയാളുടെ ഈ പ്രവർത്തനങ്ങളൊക്കെ കാണുമ്പോൾ അയാളുടെ തിരിച്ചുവരവ് എന്തിനാണോ നമ്മൾ ആഗ്രഹിച്ചത് അതിനുള്ള ഒരു കാര്യപ്രാപ്തി ഉള്ള വ്യക്തിയായി നമുക്ക് അയാളെ അനുമാനിക്കാനും സാധിക്കുന്നു എന്നുള്ളതാണ്.